എല്ലാ വിദ്യാർത്ഥികൾക്കും IME മാത്സ് ക്ലാസ്സസിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ ഈ ക്ലാസ് കാണുന്നവരെല്ലാം തന്നെ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ. 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഫിസിക്സിന്റെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്ന് തൊട്ട് നമ്മൾ നമ്മുടെ ചാനലിലൂടെ ഫിസിക്സിന്റെയും കൂടി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഒപ്പം കാണുന്ന ആ ബെൽ ബട്ടണും കൂടി ഇനേബിൾ ആക്കി വെച്ചാൽ ഞാൻ ഇനി തൊട്ട് അങ്ങോട്ട് ഫിസിക്സിന്റെയും മാത്സിന്റെയും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ഈ യൂട്യൂബിലൂടെ എടുക്കുന്ന ക്ലാസ്സുകളെ പറ്റിയിട്ടുള്ള നിങ്ങൾ അതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരുവാണെങ്കിൽ എന്നോട് ക്ലിയർ ചെയ്യാനും എല്ലാത്തിനുമായിട്ട് നമ്മളൊരു ഗ്രൂപ്പും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊരു ഫ്രീ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ആ ഗ്രൂപ്പിൽ ചേരണമെന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് അതിനകത്ത് ജോയിൻ നൗ എന്നുള്ള ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മുടെ ഗ്രൂപ്പിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ബുധനാഴ്ചയും ഞാൻ അതിലൂടെ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ബുധനാഴ്ചയും പിന്നെ വേറെ എനിക്ക് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ അതിലൂടെ വെബിനാർസ് കണ്ടക്ട് ചെയ്യും കേട്ടോ, ലൈവ് വെബിനാർ. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിന്റെ കോഡുകളും അതേപോലെ അതിന്റെ പാസ്വേഡും കാര്യങ്ങളും എല്ലാം ഞാൻ ഗ്രൂപ്പിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ലൈവ് ക്ലാസ്സസിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ സമയം കളയാണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ ലെക്ചർ ക്ലാസ്സിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ 10ാം ക്ലാസ്സിലെ ഫിസിക്സ് എന്ന് പറയുന്ന ആ സബ്ജക്റ്റില് നമുക്ക് ടോട്ടലായിട്ട് പഠിക്കാനുള്ളത് ജസ്റ്റ് ഈ കാണുന്ന 7 ചാപ്റ്റേഴ്സേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് ചുമ്മാ ഈ 7 ചാപ്റ്റർ പഠിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഗുണവും ഇല്ല കേട്ടോ. അപ്പൊ ഇത് എന്തിനാണ് പഠിക്കുന്നത്? ഇതെല്ലാം ആദ്യമേ തന്നെ ഒരു ഐഡിയ ഉണ്ടെങ്കിലേ നമുക്ക് പഠിച്ചു പോകുമ്പോൾ നമുക്ക് അതിന്റെ ആ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ തന്നെ ഇവിടെ കാണുന്ന പോലെ ഈ ആദ്യത്തെ ഈ 3 ചാപ്റ്ററില്ലേ, ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്, മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്, അതേപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ 3 പാഠം എന്ന് പറയുന്നത് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എന്തിനെ പറ്റിയിട്ടാണെന്ന് അറിയാവോ? ഇലക്ട്രിസിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റഡിയാണ് കേട്ടോ. ഇലക്ട്രിസിറ്റിയെ പറ്റിയിട്ടാണ് നമ്മൾ ഈ 3 ചാപ്റ്റർ പഠിക്കുന്നത്. മനസ്സിലായല്ലോ നന്നായിട്ട്? അതേപോലെ തന്നെ ഇനി അടുത്ത 3 പാഠം വരുന്നുണ്ടോ? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, വിഷൻ ആൻഡ് വേൾഡ് ഓഫ് കളേഴ്സ് എന്ന് പറയുന്ന 3 ചാപ്റ്റർ കിടപ്പുണ്ട്. ഈ 3 ചാപ്റ്റർ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യുന്ന എന്തിനാണെന്നറിയാവോ? ലൈറ്റിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് കേട്ടോ. ഈ 3 ചാപ്റ്റർ ഫോക്കസ് ചെയ്യുക. അതേപോലെ തന്നെ അവസാനത്തെ ചാപ്റ്റർ കണ്ടോ, എനർജി മാനേജ്മെന്റ്. അതെന്തിനാ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജിയുടെ മാനേജ്മെന്റിനെയാണ് കേട്ടോ ഫോക്കസ് ചെയ്യുന്നത്. മാനേജ്മെന്റ് ഓഫ് എനർജി, എനർജിയുടെ മാനേജ്മെന്റ് അല്ലെങ്കിൽ എനർജിയെ എങ്ങനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാവുന്നതാണ് ഇതിനകത്ത് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതിന് ഇച്ചിരി കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ ഈ ഇലക്ട്രിസിറ്റി, ലൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഫോം ഓഫ് എനർജിയാണ്. അപ്പം ഈ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? ഈസ് എ ഫോം ഓഫ് എനർജി, എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഈ ലൈറ്റ് എന്ന് പറഞ്ഞാലും എന്തുവാ? അതും ഈസ് എ ഫോം ഓഫ് എനർജിയാണ്. അപ്പം ഈ 6 ചാപ്റ്ററിൽ നമ്മൾ എനർജീസിനെ പറ്റി തന്നെയാണ് പഠിക്കുന്നത്. ഈ ആദ്യത്തെ 3 ചാപ്റ്റർ ഇലക്ട്രിസിറ്റി എന്നും പറഞ്ഞിട്ടുള്ള എനർജിയെ വെച്ചിട്ട്, അതേപോലെ അടുത്ത 3 ചാപ്റ്റർ നമ്മൾ ലൈറ്റ് എന്നും പറഞ്ഞിട്ടുള്ള എനർജിയെ പറ്റി പഠിക്കും. അതേപോലെ തന്നെ 7ാമത്തെ ചാപ്റ്ററിൽ വരുമ്പോൾ നമ്മൾ ആ എനർജീസിനെ എങ്ങനെ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ എനർജിയെ എങ്ങനെ മാനേജ് ചെയ്യാവുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. അതാണ് മാനേജ്മെന്റ് ഓഫ് എനർജി അല്ലെങ്കിൽ എനർജി മാനേജ്മെന്റ് എന്നും പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ. അങ്ങനെ ഇത്രയും നമ്മൾ മനോഹരമായിട്ട് പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ 10ാം ക്ലാസ്സിലെ ഫിസിക്സ് എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള സബ്ജക്ട് നമുക്ക് പൂർണ്ണമായിട്ടും പഠിച്ചു തീർക്കാൻ പറ്റും. മനസ്സിലായല്ലോ നന്നായിട്ട്? അപ്പൊ ഇത്രയും ഒന്ന് വേഗം എഴുതിയെടുത്തു. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ 3 ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞായിരുന്നു? ഇലക്ട്രിസിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞായിരുന്നു അല്ലേ? അപ്പൊ ഇലക്ട്രിസിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ളതിൽ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് വരാം, എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. ഓക്കെ, അപ്പൊ അതെ നമ്മുടെ 1ാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്. അപ്പോൾ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റിൽ നമ്മൾ ആദ്യമേ പഠിക്കേണ്ടത് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ എനർജിയെ പറ്റി തന്നെ പഠിച്ചു തുടങ്ങണം. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ എന്തുവാ പറഞ്ഞത്? ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എ ഫോം ഓഫ് എനർജി എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ആദ്യമേ എനർജി എന്തുവാന്ന് അറിയാണ്ട് ചുമ്മാ പോയി നമ്മൾ ഇലക്ട്രിസിറ്റി എന്തുവാന്ന് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് അതിനെ എനർജി എന്തുവാന്ന് പഠിക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി.
ഞാൻ ആദ്യമേ ആ ലോ പറയാം, അതിനുശേഷം ഞാനത് എഴുതാം കേട്ടോ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്തുവാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ എനർജിയെ ഒരിക്കലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ആ എനർജിയെ ട്രാൻസ്ഫോം ചെയ്യാം ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക്. അതായത് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. എനർജിയെ ക്രിയേറ്റ് ചെയ്യാനും പറ്റത്തില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റത്തില്ല. പക്ഷേ ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ. നമുക്ക് ആ എനർജിയെ ട്രാൻസ്ഫോം ചെയ്യാം. എവിടെ നിന്നുകൊണ്ട് എങ്ങോട്ട്? ഒരു ഫോമിൽ നിന്നുകൊണ്ട് വേറൊരു ഫോമിലേക്ക്. മനസ്സിലായോ നന്നായിട്ട്? ഇവിടുന്നാണ് 1 മാർക്കിന്റെ ചോദ്യം വരുന്നത്. ഓക്കെ, അതിലോട്ടൊക്കെ വരാം. അപ്പൊ ഞാൻ അത് ആദ്യം ഇങ്ങോട്ട് എഴുതാം കേട്ടോ. അപ്പൊ എന്തുവാണ്? എനർജി ക്യാൻ neither be created nor be destroyed. It can be transformed from one form to another. നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ നമുക്കിനി ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് എഴുതാം കേട്ടോ. അപ്പൊ അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമ്മുടെ ഡെയിലി ലൈഫിൽ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന കുറച്ച് എക്സാമ്പിൾസ് എഴുതാം കേട്ടോ. അതിൽ ഒന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതുന്നത് ഇലക്ട്രിക് ഫാൻ. അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇലക്ട്രിക് ബൾബ്. അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ മൂന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇൻഡക്ഷൻ കുക്കർ. അതേപോലെ തന്നെ നമ്മുടെ അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് എഴുതാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറേറ്റർ. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഒരു 4 എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ എക്സാമ്പിൾസ് നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മേളിൽ എഴുതിയിരിക്കുന്ന കാര്യം നന്നായിട്ട് മനസ്സിലാവും. എനർജിയെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റത്തില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റത്തില്ല. അതിനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാനേ പറ്റത്തുള്ളൂ ഒരു ഫോമിൽ നിന്നുകൊണ്ട് അടുത്തൊരു ഫോമിലേക്ക്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ആണ് എഴുതിയിരിക്കുന്നത്: ഇലക്ട്രിക് ഫാൻ, ഇലക്ട്രിക് ബൾബ്, ഇൻഡക്ഷൻ കുക്കർ, ജനറേറ്റർ. അപ്പൊ ഇതിലൊക്കെ എങ്ങനെയാണ് എനർജി ട്രാൻസ്ഫോം ചെയ്യുന്നത് എന്നുള്ളത് നമുക്കിപ്പോ പഠിക്കാം കേട്ടോ. അപ്പോൾ ഒരു കാര്യം ഇത്രയും ആദ്യമേ ഒന്ന് എഴുതിയെടുത്തു. അപ്പോൾ നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ പഠിച്ചിരിക്കുന്ന ഈ എക്സാമ്പിളിലൊക്കെ ഉണ്ടല്ലോ, ഇലക്ട്രിക് ഫാൻ, ഇലക്ട്രിക് ബൾബ്, ഇൻഡക്ഷൻ കുക്കർ, ജനറേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ എക്സാമ്പിൾസ് പഠിച്ചില്ലേ, അതിനകത്തിലൊക്കെ എങ്ങനെയാണ് എനർജി കൺവേർഷൻ ടേക്സ് പ്ലേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എനർജി കൺവേർഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഹൗ എനർജി കൺവേർഷൻ ടേക്ക് പ്ലേസ് ഇൻ ഇലക്ട്രിക് ഫാൻ, ഇലക്ട്രിക് ബൾബ്, ഇൻഡക്ഷൻ കുക്കർ, ജനറേറ്റർ. ഓക്കെ, അപ്പോൾ 1 മാർക്കിന്റെ ചോദ്യമാണ്, ശ്രദ്ധിച്ച് നോക്കിയോ. അപ്പൊ ഇത് നോക്കി, ആദ്യം നമുക്ക് ഇലക്ട്രിക് ഫാൻ എടുക്കാവേ. ഇലക്ട്രിക് ഫാനിൽ ഞാൻ സ്വിച്ച് ഓൺ ആക്കാൻ പോവാണേ. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ എന്ത് പറ്റും? അതിന്റെ വയറിലൂടെ എന്ത് പാസ് ചെയ്യും? ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് പോവല്ലേ. അപ്പൊ അതിനകത്ത് കൂടെ ഉണ്ടാവുന്ന എനർജി എന്തുവാ? ഇലക്ട്രിക് എനർജിയാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു. അപ്പൊ അതിനകത്തിൽ ഉണ്ടാവുന്ന എനർജി എന്താണ്? ഇലക്ട്രിക് എനർജിയാണ് ഉണ്ടാവുന്നത്. ഇലക്ട്രിക് എനർജി ഉണ്ടായി. ഓക്കെ, എന്നിട്ട് സ്വിച്ച് ഓൺ ആക്കി കഴിയുമ്പോൾ ആ ഇലക്ട്രിസിറ്റി ഫാനിലോട്ട് ചെന്നേ. ആ ഇലക്ട്രിസിറ്റി എന്ത് എനർജി ആയിട്ട് ആ ഫാനിലോട്ട് ചെല്ലുന്നത്? ഇലക്ട്രിക് എനർജി ആയിട്ട് അത് ഫാനിലെത്തി. ഇപ്പൊ ഫാനിന് കിട്ടിയ എനർജി എന്തുവാ? ഇലക്ട്രിക് എനർജിയാ. അതുകൊണ്ട് ആ ഫാൻ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും അല്ലേ. അന്നേരം നമുക്ക് കാറ്റ് കിട്ടുന്നത്. അങ്ങനെ ആ ഫാൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ അത് എന്ത് എനർജി ആയിട്ടാണ് മാറിയത്? മെക്കാനിക്കൽ എനർജി ആയിട്ടല്ലേ കൺവേർട്ട് ചെയ്തത്. അപ്പം കാരണം ഫാൻ എന്ന് പറഞ്ഞത് ഒരു മെഷീനാണ്. ആ മെഷീൻ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം മെഷീൻ ഒരു എനർജി കിട്ടി, അതാണ് മെക്കാനിക്കൽ എനർജി ആയിട്ട് അത് കൺവേർട്ട് ചെയ്തു. അപ്പൊ നമ്മുടെ കൊടുത്തിരിക്കുന്ന ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പൊ നോക്കിയേ, സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ അവിടെ ഉണ്ടായ എനർജി എന്ന് പറയുന്നത് ഇലക്ട്രിക് എനർജിയാണ്. കാരണം അതിനകത്ത് കൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയാണ്. മനസ്സിലായോ? അങ്ങനെ അപ്പോൾ എന്ത് പറ്റി? അന്നേരം ഫാൻ എന്ത് ചെയ്യും? ഫാന്റെ ലീഫ് കിടന്നുകൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങും? റൊട്ടേറ്റ് ചെയ്യും. ഫാൻ റൊട്ടേറ്റ് ചെയ്യും. ഫാൻ റൊട്ടേറ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് എനർജി കൺവേർട്ട് ചെയ്തിട്ട് എന്തായിട്ട് മാറിയിട്ടുണ്ടത്? അത് വന്നിട്ട് എന്തായിട്ട് മാറി? മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറി. മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ആയിരിക്കുന്നത്. മനസ്സിലായോ നന്നായിട്ട്? അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് ഫാനിൽ എന്താണ് നടക്കുന്നത്? ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു മെക്കാനിക്കൽ എനർജി. ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു മെക്കാനിക്കൽ എനർജി. മനസ്സിലായല്ലോ നന്നായിട്ട്? അങ്ങനെ നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക് ബൾബ് ആയിരുന്നു. അപ്പൊ അത് നോക്കാം. അതിനകത്തിലും ഞാൻ സ്വിച്ച് ഓൺ ആക്കുന്നു. സ്വിച്ച് ഓൺ ആക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റും? നമ്മുടെ ആ വയറിലൂടെ പോകുന്നത് എന്തുവാ? ഇലക്ട്രിസിറ്റി അല്ലേ. അങ്ങനെ ആ ബൾബിന് കിട്ടുന്നത് എന്തുവാ? ഇലക്ട്രിക് എനർജി കിട്ടും. ഇപ്പൊ ഞാൻ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ബൾബിന് കിട്ടാൻ പോകുന്ന എന്ത് എനർജിയാണ്? ഇലക്ട്രിക് എനർജി.
ആ കിട്ടിയ ഇലക്ട്രിക് എനർജി ബൾബ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുമെന്നൊന്ന് പറയാവോ? കൺവേർട്ട് ചെയ്യുന്നത് എന്തായിട്ടാണെന്നൊന്ന് പറയാവോ? ബൾബ് കൺവേർട്ട് ചെയ്യുന്നത് ലൈറ്റ് എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. കാരണം ഇലക്ട്രിക് എനർജി എടുത്തിട്ട് ആ എനർജി എന്തായിട്ട് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് തരും? ബൾബ് കത്തുവല്ലേ ചെയ്യുന്നത്. കത്തുമ്പോൾ നമുക്കത് ലൈറ്റ് എനർജി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ എന്താകും? കൺവേർട്ട് ചെയ്ത് നമുക്ക് എന്ത് എനർജി കിട്ടി? ലൈറ്റ് എനർജി കിട്ടി. അപ്പൊ മനസ്സിലായല്ലോ ഒന്നായിട്ട്. അപ്പം ഈ ഇലക്ട്രിക് ബൾബിൽ സംഭവിക്കുന്ന എന്താണ്? ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻടു ലൈറ്റ് എനർജി. ഇനി അടുത്തതാണ് നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ എന്ന് പറയും. ഓക്കെ, ഇൻഡക്ഷൻ കുക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതല്ലേ. കുക്ക് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? ഹീറ്റ് ആണ് ഉണ്ടാവേണ്ടത് അല്ലെ. ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോഴത്തേക്ക് ഞാൻ ഇതേപോലെ തന്നെ സ്വിച്ച് ഓൺ ആക്കുന്നു. സ്വിച്ച് ഓൺ ആക്കി കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ ആ ഇലക്ട്രിക് എനർജി എന്ന് പറയുന്നത്, ഇൻഡക്ഷൻ കുക്കറിന് കിട്ടുന്ന ആ ഇലക്ട്രിക് എനർജി എന്ന് പറയുന്നത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? കൺവേർട്ടഡ് ഇൻറ്റു എന്ത് എനർജിയായി? ഹീറ്റ് എനർജി ആയിട്ട് മാറും. ഹീറ്റ് എനർജി. കാര്യം എന്താ? നമുക്ക് അതിനകത്ത് ഓരോ പച്ചക്കറികളോ എന്തെങ്കിലുമൊക്കെ നമ്മൾ, അല്ലെങ്കിൽ പോട്ടെ വെള്ളമായാലും ശരി, നമുക്ക് അതെന്തു ആക്കണ്ട? ചൂടാക്കുകയും കുക്ക് ചെയ്യുകയും ഒക്കെ അല്ലേ വേണ്ടത്. പച്ചക്കറിയാണെങ്കിൽ കുക്ക് ചെയ്യണം, വെള്ളമാണെങ്കിൽ ചൂടാക്കണം. മനസ്സിലായോ? അതിനൊക്കെ എന്ത് ചെയ്യണം? നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിനെ ഹീറ്റ് ചെയ്യണം. ഹീറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ ഇൻഡക്ഷൻ കുക്കർ എടുത്ത് കത്തിക്കാനല്ല പറഞ്ഞത്. ഇൻഡക്ഷൻ കുക്കറിനകത്ത് കോയിലുണ്ട്. ആ കോയിലിന്റെ ടെമ്പറേച്ചർ കൂട്ടണം. ടെമ്പറേച്ചർ കൂട്ടുമ്പോഴത്തേക്ക് എന്ത് പറ്റും? നമുക്ക് അതിൽ നിന്ന് ഹീറ്റ് ലിബറേറ്റ് ചെയ്യും. അത് ഈ പാത്രങ്ങൾക്ക് കിട്ടും. പാത്രത്തിനകത്ത് വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ വെള്ളവും ഒക്കെ കാണും. അപ്പൊ അതൊക്കെ ചൂടാക്കാൻ സഹായിക്കും. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിന് കിട്ടുന്ന ഇലക്ട്രിക് എനർജി എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? ഹീറ്റ് എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ ഒന്നായിട്ട്. അപ്പൊ ഇത് നോക്കി, ഇലക്ട്രിക് എനർജി കൺവേർട്ടഡ് ഇൻടു ഹീറ്റ് എനർജി. അങ്ങനെ നമ്മൾ നമ്മുടെ അവസാനത്തിലേക്ക് വരുന്നു, ജനറേറ്റർ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാര്യം എന്താണെന്നറിയാവോ? ഇതൊക്കെ കറണ്ട് ഉണ്ടെങ്കിലേ വർക്ക് ചെയ്യും. എങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ എന്തുവാ? കറണ്ട് ഇല്ലാത്തപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് അല്ലേ, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആണ് അല്ലേ ഈ ജനറേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതിനെന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്തുവാ? അത് നമുക്ക് കറണ്ട് ഉണ്ടാക്കി തരുവാ ചെയ്യുന്നത് അല്ലേ. കറണ്ട് ഇല്ലാത്തപ്പോൾ ഈ ജനറേറ്റർ വർക്ക് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി കിട്ടുക ചെയ്യുന്നത്. അപ്പോൾ അത് തിരിയും. ജനറേറ്റർ എന്ന് പറഞ്ഞ ഒരു മെഷീനാണ്. അപ്പോൾ നമ്മൾ അതിനെ വർക്ക് ചെയ്യിപ്പിക്കും. അതായത് അതിൽ നിന്നുണ്ടാകുന്ന മെക്കാനിക്കൽ എനർജിയെ അത് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്നുകൊണ്ട് ഇലക്ട്രിസിറ്റി കിട്ടിയിട്ട് നമുക്ക് ഇതെല്ലാം വേണമെങ്കിൽ പ്രവർത്തിക്കാം. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് നമുക്ക് കിട്ടുന്ന എന്തുവാണ്? ഇലക്ട്രിസിറ്റിയാണ്. അപ്പോൾ അത് ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുവാണ്. മനസ്സിലായതൊന്നായിട്ട്. അപ്പോൾ ജനറേറ്ററിനെ വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വരുന്ന എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെക്കാനിക്കൽ എനർജിയാണ്. മെക്കാനിക്കൽ എനർജി. ആ മെക്കാനിക്കൽ എനർജിയാണ് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ആ മെക്കാനിക്കൽ എനർജിയെ കൺവേർട്ട് ചെയ്തിട്ട് അത് എന്താക്കി മാറ്റണം? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റണം. എന്നാൽ മാത്രമല്ലേ നമുക്ക് അതിന് ഇലക്ട്രിസിറ്റി കിട്ടിയിട്ട് നമുക്ക് ബാക്കി നമ്മുടെ വീട്ടിലുള്ള ഇലക്ട്രിസിറ്റി കൊണ്ട് വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങളെല്ലാം നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. മനസ്സിലായോ നന്നായിട്ട്? അപ്പോൾ ജനറേറ്റർ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തിൽ നിന്നുണ്ടാകുന്ന എനർജി എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എനർജിയാണ്. അത് കൺവേർട്ട് ചെയ്തിട്ട് അതിൽ നിന്നുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന എന്താണ്? ഇലക്ട്രിക് എനർജിയാണ്. ഓക്കെ, അപ്പോൾ മെക്കാനിക്കൽ എനർജി ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻടു എന്തായിട്ട് മാറും? ഇലക്ട്രിക് എനർജി. അപ്പോൾ ഇതിനകത്ത് നടക്കുന്ന പ്രൊസീജിയർ എന്താണ്? മെക്കാനിക്കൽ എനർജി ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻടു ഇലക്ട്രിക് എനർജി. അപ്പൊ ഈ അവസാനം പഠിപ്പിച്ചത് ഒന്ന് നന്നായിട്ട് നോക്കിക്കോണം കേട്ടോ. ഇതിൽ മാത്രമാണ് ഈ സംഭവം തിരിഞ്ഞു വരുന്നത്. ഓക്കെ, ബാക്കി എല്ലാത്തിലും ഇലക്ട്രിക്കൽ എനർജിയിൽ നിന്നുകൊണ്ടാണ് ബാക്കിയുള്ളതിലേക്ക് പോകുന്നത്. ഇത് തിരിയും. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പം ഇത്രയും നന്നായിട്ട് പഠിച്ചോണം കേട്ടോ. അപ്പൊ ഇത്രയും വേഗം എഴുതിയെടുത്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ മാത്സിന്റെ ക്ലാസ്സസും ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാത്സിൻ്റെയും ക്ലാസ്സുകൾ കാണുന്നില്ല എങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കയറുക. അവിടെ ഞാൻ ഈ ക്ലാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മാത്സിൻ്റെ.
ക്ലാസ് കാണുക. ഓക്കെ, അതല്ലെങ്കിൽ തന്നെ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയാൽ അവിടെ 10th എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ 10th എന്ന് പറയുന്ന ആ ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മാത്സിന്റെ ക്ലാസ്സസും അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പം എന്നെ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഒപ്പം കാണുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ആക്കിയാലേ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അവൈലബിൾ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് മാക്സിമം കിട്ടിയാൽ മാത്രമേ എനിക്ക് അടുത്ത ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനവും കൂടി എനിക്ക് ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് മാക്സിമം വേണം. അതേപോലെ തന്നെ നിങ്ങൾ ക്ലാസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്നെ കൊണ്ട് ഒരു ഉപകാരം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ബാക്കിയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ആ ഫ്രീ വെബിനാറിനെ പറ്റി മറക്കണ്ട. എല്ലാ ബുധനാഴ്ചയും നിങ്ങൾക്ക് ഫ്രീ വെബിനാർ സെക്ഷൻസ് കാണുന്നതാണ് കേട്ടോ, ലൈവ് സെക്ഷൻസ്. അതിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും പിന്നെ പല നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളിൽ എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് നേരത്തെ കൂട്ടി അറിയണമെന്നുണ്ടെങ്കിൽ അതിനെ എല്ലാം പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലായിരിക്കും നമ്മൾ ഇടുന്നത്, വാട്സാപ്പ് ഗ്രൂപ്പിൽ. ആ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. അതിനകത്തിലെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ജോയിൻ നൗ കൊടുക്കുക, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് മേടിക്കുക, കൊറോണയെ അതിജീവിച്ച് നല്ല മാക്സിമം മാർക്ക് മേടിച്ച് 10th ക്ലാസ്സിൽ ഫുൾ A+ മേടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.